സംരംഭകരെ കേരളത്തിലേക്ക് ക്ഷണിക്കാൻ വ്യവസായ ഉച്ചകോടി ഇന്ന് കൊച്ചിയിൽ നടക്കുമ്പോൾ സർക്കാരിന്റെ പൊതുവിതരണ വകുപ്പുമായി സംരംഭക കരാറിൽ ഏർപ്പെട്ടെന്ന കാരണത്താൽ ഒരു മുൻ പ്രവാസി ആലപ്പുഴയിൽ ജപ്തി ഭീഷണി നേരിടുകയാണ്. സപ്ലൈകോ ഔട്ട്ലെറ്റിന് സ്വന്തം കെട്ടിടം വാടകയ്ക്ക് നൽകിയ ഷിഹാബാണ് ഒടുക്കം കടക്കെണിയിലായത്. വാടക കെട്ടിടം ഒഴിഞ്ഞു നൽകില്ലെന്ന ധാർഷ്ട്യത്തിൽ വകുപ്പ് നിലപാടെടുത്തോടെ വായ്പാ തിരിച്ചടവ് മുടങ്ങി. കെട്ടിടത്തിൽ കഴിഞ്ഞ ദിവസം ബാങ്ക് ജപ്തി നോട്ടീസ് പതിപ്പിച്ചിരുന്നു. ഇതോടെ ഒടിഞ്ഞ കാലുമായി പൊതുനിരത്തിൽ സമരത്തിലിരിക്കേണ്ട ഗതികേട് വന്നിരിക്കുകയാണ് ഷിഹാബിന്. ഡിപ്പോ മാനേജർ പറയുന്നത് ഫിനാൻസുമായിട്ട് എറണാകുളത്ത് ഫിനാൻസ് വിളിക്കാൻ പറയും. അവിടെ വിളിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് തിരുവനന്തപുരത്ത് നിന്ന് ഞങ്ങൾക്ക് റിപ്ലൈ ഒന്നും കിട്ടിയിട്ടില്ല. അത് കാരണം വാടകയുടേത് ഒന്നും പ്രതീക്ഷിക്കേണ്ട എന്നുള്ള രീതിക്കാണ് പറയുന്നത്. പൂർണ്ണമായി കിട്ടാതായിട്ട് എത്ര മാസമാകുന്നു? പൂർണ്ണമായി കിട്ടാതെയായിട്ട് ഇപ്പം 4 മാസമായി. ഈ എഗ്രിമെന്റ് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഈ 1 മാസത്തെ വാടക അതും ഇവർക്ക് യാതൊരുവിധ ഉത്തരവാദിത്വം ഇല്ലെന്നാണ് എറണാകുളത്ത് കഴിഞ്ഞ ഈ 18-ാം തീയതി. ഇപ്പോൾ ഈ കെട്ടിടം ഇവിടെ പ്രവർത്തിക്കുന്നത് എഗ്രിമെന്റ് ഇല്ലാതെയാണ്. ന്യൂസ് 18 വാർത്തയെ തുടർന്ന് ഒടുവിൽ സർക്കാരിന്റെ കണ്ണു തുറന്നു. സംഭവത്തിൽ അടിയന്തര റിപ്പോർട്ട് തേടിയ സിവിൽ സപ്ലൈസ് മന്ത്രി 24 മണിക്കൂറിനുള്ളിൽ നടപടി ഉണ്ടാകുമെന്ന് വ്യക്തമാക്കി. മന്ത്രിയുടെ പ്രതികരണത്തിൽ സന്തോഷമെന്നായിരുന്നു ഷിഹാബിന്റെ പ്രതികരണം. മണ്ണഞ്ചേരിയിലെ കട ഉടമ നിരാഹാര സമരത്തിലേക്ക് പോകേണ്ട കാര്യമില്ല. ആ വിഷയത്തിന് ആവശ്യമായ പരിഹാരം ഉണ്ടാക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ തന്നെ തിരക്കുമ്പോൾ അത് വളരെ കുറച്ച് നാളത്തെ പെൻഡിങ് മാത്രമാണുള്ളത്. അദ്ദേഹത്തിൻ്റെ ബാങ്കിൻ്റെ വായ്പയുടെ വിഷയങ്ങളെ സംബന്ധിച്ച് എനിക്കറിയില്ല. എന്തായാലും ആ കുടിശ്ശിക ഉൾപ്പെടെ തീർത്തുകൊണ്ട് ആ പ്രശ്നത്തിന് വളരെ വേഗത്തിൽ പരിഹാരം ഉണ്ടാക്കാനുള്ള നടപടിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ശരണ്യ സ്നേഹജൻ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. ശരണ്യ, ഇത് വ്യവസായ സൗഹൃദ നാടാണെന്നൊക്കെ നമ്മുടെ മന്ത്രിമാരൊക്കെ അങ്ങനെ വമ്പ് പറയുമ്പോഴാണ് നമ്മളിവിടെ ഇതൊരു വളരെ ദയനീയമായൊരു അവസ്ഥ ഒരു പ്രവാസിക്ക് നേരിടേണ്ടി വന്നത്, ഒരു പ്രവാസി വ്യവസായിക്ക് നേരിടേണ്ടി വന്നത്. ഒടുവിൽ ന്യൂസ് 18 വാർത്തയെ തുടർന്ന് മന്ത്രിയുടെ ഇടപെടലൊക്കെ ഉണ്ടായിട്ടുണ്ട്. 24 മണിക്കൂറിനുള്ളിൽ ഈ വിഷയത്തിൽ, ഈ പ്രശ്നത്തിൽ ഒരു പരിഹാരം ഉണ്ടാകും, നടപടി ഉണ്ടാകുമെന്നാണ് മന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത്. അതിൽ ഒരു പരിധിവരെ താൽക്കാലികമായിട്ടെങ്കിലും ഷിഹാബിന് ആശ്വസിക്കാം. എങ്ങനെയാണ് ഷിഹാബ് ഈ സമരത്തിലേക്ക് ഇറങ്ങാനുള്ള സാഹചര്യം എന്താണ്? എങ്ങനെയാണ് ശരണ്യയുടെ ശ്രദ്ധയിൽ ഈ വാർത്ത ശ്രദ്ധയിൽപ്പെട്ടത്? എങ്ങനെയാണ്? ടോമ, ആലപ്പുഴ മണ്ണഞ്ചേരി സപ്ലൈകോ ഔട്ട്ലെറ്റിന് മുന്നിലാണ് ഒടിഞ്ഞ കാലുമായി പ്രവാസി വ്യവസായിയായ ഷിഹാബ് സമരം ചെയ്യുന്നത് എന്നുള്ള വിവരം നമുക്ക് ലഭിക്കുന്നത്. അതായത് അദ്ദേഹത്തിന്റെ പ്രതിഷേധ സൂചകമായി ഈ ഔട്ട്ലെറ്റിന് മുന്നിൽ ഒടിഞ്ഞ കാലുമായി അദ്ദേഹം വന്നിരിക്കുന്നു എന്നുള്ള വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ നടത്തിയ അന്വേഷണത്തിലാണ് അദ്ദേഹത്തിന്റെ ഒരു ദുരവസ്ഥ മനസ്സിലായത്. അദ്ദേഹം പ്രവാസിയായിരുന്നു, ദീർഘകാലം പ്രവാസ ജീവിതം നയിച്ചു. അവിടെ ജോലി ചെയ്തുണ്ടാക്കിയ പണം കൊണ്ടാണ് മണ്ണഞ്ചേരി ജംഗ്ഷനിലെ ഈ സ്ഥലത്ത് 20 ലക്ഷം രൂപ വായ്പ കൂടി എടുത്തുകൊണ്ട് അദ്ദേഹം ഒരു 2 ഇരുനില കെട്ടിടം പണിയുന്നത്. ഇതിൽ 1650 സ്ക്വയർ ഫീറ്റ് ഉണ്ടായിരുന്ന ഈ സപ്ലൈകോ ബിൽഡിംഗ് സപ്ലൈകോയ്ക്ക് ഔട്ട്ലെറ്റിനായി നൽകുകയായിരുന്നു. എന്നാൽ പല ഘട്ടങ്ങളിലായി സപ്ലൈകോ ഈ പണം നൽകുന്നത് വൈകിയതോടെ ഷിഹാബിന്റെ വായ്പാ തിരിച്ചടവ് വലിയ തോതിൽ പ്രതിസന്ധിയിലേക്ക് ആവുകയായിരുന്നു. കഴിഞ്ഞ കുറച്ച് നാളുകളായി, അതായത് കഴിഞ്ഞ ഡിസംബറിൽ പണം നൽകിയിട്ടുണ്ട്, എന്നാൽ അതിന് മുൻപുള്ള മാസങ്ങൾ പണം നൽകാനുണ്ട്. അങ്ങനെ ഏകദേശം 6 മാസത്തോളം ഷിഹാബിന് ഈ പണം വാടക ഇനത്തിലുള്ള 26,000-ഓളം രൂപ പ്രതിമാസ വാടക അദ്ദേഹത്തിന് കിട്ടാതായി. പിന്നീട് അദ്ദേഹം ഈ സപ്ലൈകോയുടെ ഓഫീസുകൾ കയറി ഇറങ്ങുമ്പോൾ ഈ പണം എന്ന് നൽകുമെന്നതിനെ സംബന്ധിച്ച് ഒരു വിവരവും നൽകാത്തൊരു സാഹചര്യമുണ്ടായി. അതിനിടയിൽ അപകടത്തിൽപ്പെട്ട ഷിഹാബിന്റെ കാല് ഒടിയുകയും ചെയ്തു. ഈ ഒടിഞ്ഞ കാലുമായാണ് ഈ മനുഷ്യൻ പല ഓഫീസുകളിലും കയറിയിറങ്ങുകയും ഒക്കെ ചെയ്യുമ്പോഴും അദ്ദേഹത്തിന് കൃത്യമായൊരു മറുപടി കൂടെ നൽകാൻ കഴിയാത്തൊരു സാഹചര്യമായിരുന്നു. ആ കാലയളവിൽ തന്നെ ഈ ബാങ്കിലെ റവന്യൂ റിക്കവറി നോട്ടീസുമായി ബന്ധപ്പെട്ട് ബാങ്ക് ജപ്തി നടപടികളിലേക്ക് കടന്നു. ഇതിന്റെ അത്തരത്തിലുള്ള പരസ്യം ഉൾപ്പെടെ പത്രത്തിൽ നൽകുന്നൊരു അവസ്ഥ ഉണ്ടായി. ജപ്തി നോട്ടീസ് പതിപ്പിച്ചു. ഒപ്പം ഇപ്പോൾ ലേബർ ഓഫീസിൽ നിന്നും 50,000 രൂപയുടെ റവന്യൂ റിക്കവറി വന്നു. ഒപ്പം 74,000 രൂപയുടെ ഒരു ലാൻഡ് ടാക്സുമായി ബന്ധപ്പെട്ട റവന്യൂ റിക്കവറി റിപ്പോർട്ട് പഞ്ചായത്തിൽ നിന്നും വന്നു. അതോടുകൂടി ഷിഹാബ് പൂർണ്ണമായി പ്രതിസന്ധിയിലാകുന്ന ഒരു അവസ്ഥയായിരുന്നു. അങ്ങനെയാണ്
കാലമായി ഇവിടെ വന്നിട്ട് ഇരുന്നിട്ടാണെങ്കിലും ഇത് പരിഹരിക്കപ്പെടണം എന്നുള്ള ഒരു തീരുമാനവുമായി അദ്ദേഹം മുന്നോട്ട് പോവുകയും ചെയ്തത്. അങ്ങനെ നമ്മൾ ഷിഹാബിനെ കണ്ടു, ഷിഹാബിന്റെ ദുരവസ്ഥ കണ്ടു. ഇന്ന് കൊച്ചിയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു മീറ്റിംഗ് കേരളത്തിലെ സംരംഭകരുമായി ബന്ധപ്പെട്ട് നടക്കുകയാണ്. സർക്കാർ അത്തരത്തിൽ ഒരു വലിയ മീറ്റിംഗിന് വേദിയാകുന്ന ഘട്ടത്തിലും ഒരു സാധാരണ മനുഷ്യൻ, ഒരു പ്രവാസിയായിരുന്ന മനുഷ്യൻ, അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വന്ന സർക്കാരുമായി കരാറിലേർപ്പെട്ട, സർക്കാരിന്റെ ഒരു വകുപ്പിലെ സ്ഥാപനവുമായി കരാറിലേർപ്പെട്ടതിന്റെ പേരിൽ അയാൾ നേരിടേണ്ടി വന്ന ദുരവസ്ഥ നമ്മൾ ചൂണ്ടിക്കാട്ടുകയായിരുന്നു. ഒടുവിൽ വാർത്ത ശ്രദ്ധയിൽപ്പെട്ട മന്ത്രി GR അനിൽ ഈ വിഷയത്തിൽ ഇടപെട്ടു എന്നുള്ളതാണ്. എന്തായാലും സാധാരണ ഒരു ഇടപെടൽ അല്ലായിരുന്നു ടോം ഉണ്ടായത്. മറിച്ച് ഉദ്യോഗസ്ഥർ ഒന്നൊന്നായി നമ്മളെ ബന്ധപ്പെട്ടു. അതിനുശേഷം ഷിഹാബിനെയും ബന്ധപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. ഒരുപക്ഷെ ഇപ്പോൾ ഈ ഉച്ചയിലേക്ക് നല്ല വെയിലുള്ള ഒരു സ്ഥലത്താണ് അദ്ദേഹം വന്നിരിക്കുന്നത്. പക്ഷെ ആ സ്വന്തം കടയുടെ മുന്നിൽ അന്യനെ പോലെ ഇരിക്കേണ്ടി വന്നൊരു മനുഷ്യനാണ് അദ്ദേഹം. ഇപ്പോൾ അദ്ദേഹത്തിനും നമുക്കും അല്പം ചാരിതാർത്ഥ്യമുണ്ട്. കാരണം ആ വിഷയങ്ങൾ പരിഹരിക്കപ്പെട്ടു തുടങ്ങി എന്നുള്ളതാണ്. വെറും ഒരു വാഗ്ദാനത്തിനപ്പുറത്തേക്ക് സപ്ലൈകോയുടെ ഉദ്യോഗസ്ഥർ ഒന്നൊന്നായി ഷിഹാബിനെ വിളിച്ചു എന്നുള്ളതാണ്. ഷിഹാബ് അവരെന്താ പറഞ്ഞത്? അവർ പറഞ്ഞത് എത്രയും വേഗം തീരുമാനം എടുക്കാം. വാടക കുടിശ്ശികയുള്ളത് അതിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് എടുത്തതിന് ശേഷം വാടക കുടിശ്ശിക നാളേക്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് തരാം. കട എത്രയും വേഗം ഒഴിഞ്ഞു തരാനുള്ള സംവിധാനത്തിലേക്ക് പുതിയൊരു കെട്ടിടം കണ്ടെത്തിയിട്ടുണ്ടെന്നാണ് ഇപ്പോൾ എറണാകുളത്ത് നിന്ന് അറിയാൻ പറ്റിയത്. അതിലേക്ക് കെട്ടിടം മാറി കെട്ടിടം കാലിയാക്കി എനിക്ക് നൽകാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ വിഷയം പരിഹരിക്കപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു. അതായത് ഒരു നാളെ തന്നെ പണം കൈമാറുമെന്ന് പറയുന്നുണ്ട്. നാളെ തന്നെ അക്കൗണ്ടിലേക്ക് പെൻഡിംഗ് ഉള്ളത് ട്രാൻസ്ഫർ ചെയ്ത് നൽകാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തുണ്ട്, ആശ്വാസമുണ്ടോ? ഇപ്പോൾ വളരെ ആശ്വാസമുണ്ട്. അതാണ് ഇന്നലെ കാണുമ്പോൾ ഈ മനുഷ്യന്റെ മുഖം ഇങ്ങനെ അല്ലായിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തിന്റെ മുഖത്തൊരു ചിരി വന്നിട്ടുണ്ട്. നമുക്കും ചിരിക്കാം. അദ്ദേഹത്തിന്റെ വിഷയത്തോടൊപ്പം നമ്മൾ രാവിലെ മുതൽ തന്നെ ടോം നിൽക്കുകയാണ്. ഓരോ ഘട്ടത്തിലും നമ്മൾ ഇടപെട്ടു. ഉദ്യോഗസ്ഥർ നമ്മളെ ബന്ധപ്പെട്ടു. മന്ത്രിയെ ഇക്കാര്യം ധരിപ്പിച്ച ഘട്ടത്തിൽ തന്നെ മന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട ആളുകൾ ഇക്കാര്യത്തിൽ നമ്മളോട് ബന്ധപ്പെട്ട ഷിഹാബിന്റെ വിഷയം തേടി. തുടർന്ന് ഷിഹാബിനെ തന്നെ സപ്ലൈകോയുടെ എറണാകുളം ഓഫീസിൽ നിന്ന് ഉന്നത ഉദ്യോഗസ്ഥനായ ദീപു അടക്കമുള്ള ആളുകൾ ബന്ധപ്പെട്ടു. കോൺക്ലേവിന് എത്തിയ മന്ത്രി തന്നെ അവിടെ സപ്ലൈകോയുടെ ഉദ്യോഗസ്ഥരെ വിളിച്ച് അവരുമായി ചർച്ച ചെയ്തു. ഒപ്പം തന്നെ നമ്മുടെ പ്രതിനിധി ആജ്ഞയോട് അദ്ദേഹം നേരത്തെ സൂചിപ്പിച്ചതുപോലെ, നേരത്തെ പറഞ്ഞ പോലെ കൊച്ചിയിൽ ഈ ഷിഹാബിന്റെ വിഷയം ഉടനടി പരിഹരിക്കുമെന്നുള്ള പ്രതികരണം നമ്മുടെ പ്രതിനിധി ആജ്ഞയോട് അദ്ദേഹം കൊച്ചിയിൽ നൽകുകയും ചെയ്തു. അങ്ങനെ ന്യൂസ് 18 അതിരാവിലെ മുതൽ തന്നെ ഷിഹാബിന്റെ വിഷയവുമായി അദ്ദേഹത്തോടൊപ്പം ചേർന്ന് നിന്നു. എന്തായാലും ഈ സമയം സമാധാനമുള്ള സമയമാണ്. ഒരു വിഷയത്തെ പരിഹാരത്തിലേക്ക് കൊണ്ടെത്തിക്കാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. നാളെ ഒരുപക്ഷെ ഈ പറഞ്ഞ വാക്കുകൾ പാലിക്കപ്പെട്ടില്ലെങ്കിലും ഞങ്ങൾ കൂടെ ഉണ്ടാകും. അതിന് ഒരുപാട് നന്ദിയുണ്ട്. ഇനിയിപ്പം ഇത്രയൊക്കെ സഹായിച്ചതിന് ശരണ്യോടും ക്യാമറാമാനോടും ചരത്തിനോടും വളരെയധികം സ്നേഹവും. അതല്ല, നമ്മൾ നമ്മുടെ ജോലി നിർവഹിച്ചു. കാരണം വളരെ കഷ്ടം തോന്നി. ഒരു പ്രവാസിയായി നിന്നു നല്ല നിലയിൽ ജീവിച്ച ഒരു മനുഷ്യൻ ഇത്തരം ഒരു പല കോണുകളിൽ നിന്നും അദ്ദേഹത്തിന് നോട്ടീസുകൾ വരുന്നു. അദ്ദേഹത്തിന്റെ സിവിൽ സ്കോറിനെ തന്നെ ബാധിക്കത്തക്ക രീതിയിൽ അദ്ദേഹത്തിന്റെ സംരംഭങ്ങൾക്ക് ആകെ പ്രശ്നമാകുന്ന രീതിയിലേക്ക് ആ നോട്ടീസുകൾ വന്നതാണ് അതിന്റെ ഏറ്റവും വലിയൊരു ഗൗരവം എന്നുള്ളത്. അതായത് തുടർ ദിവസങ്ങൾ മറ്റൊരു വ്യവസായത്തിലേക്ക് പോകണമെങ്കിലോ അല്ലെങ്കിൽ ഈ ലോൺ ടോപ്പ് ചെയ്യണമെങ്കിലോ ഷിഹാബിന് കഴിയാത്തൊരവസ്ഥയിലേക്ക് ഷിഹാബിന്റെ സിവിൽ സ്കോറിനെ ബാധിക്കുന്ന രീതിയിൽ ഈ RR റവന്യൂ റിക്കവറി നോട്ടുകളെല്ലാം തന്നെ രേഖപ്പെട്ടു പോയി എന്നുള്ളതാണ്. അത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വളരെ ദയനീയമായൊരവസ്ഥയായിരുന്നു. കാരണം ഈ ബാധ്യത വീഴണമെങ്കിൽ പോലും അദ്ദേഹത്തിന് കഴിയാത്ത ഒരു അവസ്ഥ ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിലേക്ക്, അദ്ദേഹത്തെ കുരുക്കി കളയുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നു. ആ കുരുക്ക് നമ്മൾ ഒന്നൊന്നായി അഴിച്ച് ഇന്ന് രാവിലെ മുതൽ അഴിക്കുകയാണ്. അഴിഞ്ഞ് ഇപ്പോൾ അത് ഒരു സ്വതന്ത്രമായ അവസ്ഥയിലേക്ക് മാറുകയാണ് അല്ലേ? ഈ കട ഒഴിഞ്ഞാൽ മറ്റാർക്കെങ്കിലും വാടകയ്ക്ക് നൽകിയ കൂടുതൽ വരുമാനം കിട്ടി ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ പറ്റുമായിരിക്കും. പരിഹരിക്കാനും പറ്റും. എനിക്ക് എന്തെങ്കിലും ഒരു ചെറിയൊരു കച്ചവടം തുടങ്ങാനുള്ള ഒരു സംവിധാനത്തിലേക്കാണ് ഒരു സർക്കാർ സേവനമായിട്ട് 9 വർഷം കൊടുത്തിട്ട് അവസാനം ഇപ്പം നാടും വീടും വിട്ട് ജീവിതം തന്നെ ഒളിച്ചോട്ടത്തിലേക്ക് പോകേണ്ട ഒരു അവസ്ഥയിലെത്തിയപ്പോഴാണ് ന്യൂസ് 18 വന്നതും ഈ സഹായങ്ങളെല്ലാം ചെയ്തു തന്നതും. അതെ, എന്തായാലും ടോം സന്തോഷം. നമുക്ക് എല്ലാവർക്കും സന്തോഷിക്കാം. നമ്മൾ എല്ലാവരും രാവിലെ മുതൽ തന്നെ അദ്ദേഹത്തോടൊപ്പം ചേർന്ന് നിന്നു. തീർച്ചയായും ശരണ്യ, അത് കൃത്യമായൊരു ഇടപെടലാണ് ശരണ്യ അവിടെ നടത്തിയത്. മറ്റൊരു കാര്യം കൂടി, ഈ ഷിഹാബിന് ഈ ഒരു ദുർഗതി വരുത്തിയത് ആരാണ്? പ്രത്യേകിച്ചും ചില ഉദ്യോഗസ്ഥരുടെ ധാർഷ്ട്യം ഇവിടെ പ്രകടമായിരുന്നു. അതാണ് നമുക്ക് ഈ വാർത്തയിൽ നിന്നും മനസ്സിലാക്കാനും കഴിഞ്ഞത്. ഇങ്ങനെ വാടക നൽകാതെ, ഈ കരാർ കാലാവധി കഴിഞ്ഞിട്ടും കെട്ടിടം ഒഴിഞ്ഞു നൽകാതെ ഇങ്ങനെ മുന്നോട്ട് പോയത് ഏത് ഉദ്യോഗസ്ഥരാണ്? അവർക്കെതിരെ കൂടി
നടപടി വേണ്ടതല്ലേ? തീർച്ചയായിട്ടും അദ്ദേഹം ഈ ഔട്ട്ലെറ്റിൽ എത്തുമ്പോൾ ഇവിടെ ഉള്ള ജീവനക്കാര് ഇവിടെ അദ്ദേഹം ഈ വാടകയ്ക്ക് ഈ കെട്ടിടം നൽകിയിരിക്കുന്ന ഇവിടുത്തെ ജീവനക്കാർക്കൊന്നും ചെയ്യാനാവില്ല. അവര് സാധാരണ ഉദ്യോഗസ്ഥർ മാത്രമാണ്. ഇതിനപ്പുറത്തേക്ക് ഇവിടുത്തെ ചുമതല ഉണ്ടായിരുന്ന കായംകുളത്ത് ഒരു ഓഫീസർ ഉണ്ടായിരുന്നു അല്ലേ, അതെ, ഏരിയ മാനേജർ. അദ്ദേഹത്തിന്റെ ഭാഗത്ത് എന്തെങ്കിലും പോസിറ്റീവായ നടപടി ഉണ്ടായിരുന്നോ ഷിഹാബ് ഈ വിഷയങ്ങളൊക്കെ അവതരിപ്പിക്കുമ്പോൾ? ഇല്ല, യാതൊരുവിധ റെസ്പോൺസും നമുക്ക് നൽകിയിട്ടില്ല. വാടക നിലവിലെ എഗ്രിമെന്റ് ഉണ്ടായിരുന്ന സമയത്തുള്ള വാടക ചോദിച്ചപ്പോൾ പോലും റിക്വസ്റ്റ് കൊടുക്കാനാണ് എന്നോട് പറഞ്ഞിരുന്നത്. അതെ, എഗ്രിമെന്റിന് ശേഷമുള്ള വാടകയെ സംബന്ധിച്ച് ഈ കാലാവധി കഴിഞ്ഞ ശേഷമുള്ള വാടകയെ സംബന്ധിച്ച് ചോദിച്ചപ്പോൾ കൈമലർത്തി അല്ലേ? കൈമലർത്തി. ഇപ്പോ മിനിസ്റ്റർ ഇടപെട്ടപ്പോൾ തന്നെ അതിനകത്തൊരു വലിയ മാറ്റമുണ്ടായി. ഒരുപക്ഷെ ഈ ഒരു മനുഷ്യന്റെ അവസ്ഥ അതിനെ ആ രീതിയിൽ ഉൾക്കൊണ്ടുകൊണ്ട് താഴെത്തട്ടിൽ തന്നെ ഉദ്യോഗസ്ഥർ അതിന്റെ ഒരു സാഹചര്യം, ഇപ്പൊ ഷിഹാബിന്റെ കാല് ഒടിഞ്ഞിരിക്കുവാണ് ടോമെ, ഇങ്ങനെയൊക്കെ ഒരു ആൾ കയറി വരുമ്പോൾ അയാളോട് കാണിക്കേണ്ട ഒരു മാനുഷിക പരിഗണനയും സാധാരണ ഒരു ഉദ്യോഗസ്ഥർ എന്നതിനപ്പുറത്തേക്ക് അദ്ദേഹത്തിന്റെ സാഹചര്യം എന്താണെന്ന് ചിന്തിക്കാനോ അല്ലെങ്കിൽ ആ രീതിയിൽ പ്രവർത്തിക്കാനോ ഒരു മനസ്സുണ്ടായിരുന്നെങ്കിൽ തീർച്ചയായും ഈ മനുഷ്യന് ഇവിടെ വന്ന് പരസ്യമായി ഇങ്ങനെ ഒരു ഇരിക്കേണ്ടി വരില്ലായിരുന്നു. കാരണം തനിക്ക് ബാധ്യതയുണ്ടെന്ന് പൊതുസമൂഹത്തോട് വിളിച്ചു പറയേണ്ടി വരുന്ന ഒരു ഗതികേടിലേക്ക് അദ്ദേഹം എത്തില്ലായിരുന്നു. പക്ഷേ അത്തരത്തിൽ ഏരിയ മാനേജറായ ആളോട്, കായംകുളം സ്വദേശിയായ വ്യക്തിയോടൊക്കെ ഈ കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ടും അത്രയും ഒരു റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു നീക്കം അവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായില്ല എന്നുള്ളതാണ്. ഈ ഒടിഞ്ഞ കാലുമായി ഒരാൾ എറണാകുളം വരെ കയറി ചെന്ന് അവിടുത്തെ ഓഫീസിൽ ഉദ്യോഗസ്ഥരെ കണക്ക് ബോധിപ്പിക്കേണ്ടി വരുന്നുണ്ടെങ്കിൽ അയാൾക്ക് സാമ്പത്തികം അത്ര അത്യാവശ്യമാണ് എന്നുള്ള ഒരു ധാരണയോ അല്ലെങ്കിൽ അയാളുടെ ജപ്തി അടക്കമുള്ള കാര്യങ്ങൾ അവരെ അറിയിച്ചിട്ടില്ല. എല്ലാ വന്നിരിക്കുന്ന രേഖകളും കോപ്പി അവിടെ സഹിതം കൊടുത്തിട്ടുള്ളതാണ്. അതെ, അതാണ്, അദ്ദേഹം എല്ലാം നൽകിയിരുന്നു. പക്ഷേ ഒരു പക്ഷേ ഈ ഒരു മാധ്യമ ഇടപെടൽ വന്നതുകൊണ്ട് മാത്രമാകണം ഈ വിഷയം പരിഹരിക്കപ്പെട്ടത് എന്നുള്ളതാണ്. പക്ഷേ മന്ത്രിയുടെ കാര്യത്തിൽ നമുക്ക് അദ്ദേഹത്തിന്റെ കാര്യത്തിൽ അദ്ദേഹം അത് അറിഞ്ഞ, നമ്മൾ ഈ വാർത്തയുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തെ ഈ വിഷയം അറിയിച്ച ഘട്ടത്തിൽ തന്നെ അദ്ദേഹം ആ വിഷയം വളരെ ഗൗരവത്തോടെ എടുത്തു എന്നുള്ളതാണ്. ആ നിമിഷം മുതൽ തന്നെ അതിൻ്റെ ഒരു ഫോളോ അപ്പ് ഉണ്ടായി എന്നുള്ളതാണ്. ആ ഫോളോ അപ്പ്, ഒരു മന്ത്രി ഇടപെട്ടൊരു ഫോളോ അപ്പ് ഉണ്ടാകുന്നതിനപ്പുറത്തേക്ക് ഉദ്യോഗസ്ഥർക്ക് മാനുഷിക പരിഗണന കൊണ്ട് ഈ വിഷയം പരിഹരിക്കാമായിരുന്നു. ആ വിഷയം അവർ പരിഹരിച്ചില്ല എന്ന് മാത്രമല്ല, കേരളം ഇത്തരത്തിലൊരു പുതിയൊരു സംരംഭകർക്ക് വേണ്ടി ഒരു പുതിയ സംവിധാനങ്ങളിലേക്ക് നീങ്ങുന്ന വലിയ പരസ്യത്തോടുകൂടി നമ്മൾ നമ്മുടെ സംസ്ഥാനത്തെ ഉയർത്തി കാണിക്കാൻ ശ്രമിക്കുന്ന ഘട്ടത്തിൽ ഒരു പാവപ്പെട്ട മനുഷ്യന്, ഒരു പ്രവാസിയായിരുന്ന മനുഷ്യന് തന്റെ ആയുഷ്കാലം മുഴുവനുള്ള സമ്പാദ്യം കൊണ്ട് ഇവിടെ വന്ന് അതിൽ ഇൻവെസ്റ്റ് ചെയ്ത ഒടുവിൽ സർക്കാരുമായി സംരംഭത്തിൽ ഏർപ്പെട്ട ഇത്തരം ഒരു മോശം സാഹചര്യത്തിലേക്ക് പോകേണ്ടി വന്നു എന്ന് വിളിച്ചു പറയേണ്ടി വന്നതും ഈ ഘട്ടത്തിലാണ്. അതായത് കേരളം ഒരു വലിയ കോൺക്ലേവിലേക്ക് കടക്കുന്ന ഘട്ടത്തിൽ വിളിച്ചു പറയേണ്ടി വന്നു എന്നതാണ് ഏറ്റവും ദുഃഖകരം. എന്തായാലും ഷിഹാബിനെ പോലെ നിരവധി ആളുകൾ ഇത്തരത്തിൽ ഔട്ട്ലെറ്റുകൾ നൽകിയ ആളുകൾ ഉണ്ടാവും. ഈ വിഷയത്തിൽ ആരോഗ്യപരമായി തന്നെ വളരെ വീക്കായിട്ടിരിക്കുന്ന ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിന്റെ വിഷയത്തിൽ നമ്മളുടെ ഇടപെടൽ കൊണ്ടെങ്കിലും അതൊരു പരിഹാരം കാണാൻ കഴിഞ്ഞു എന്നുള്ളൊരു ചാരിതാർത്ഥ്യമുണ്ട് ടോം. തീർച്ചയായും ശരണയുടെ ഇടപെടൽ, ന്യൂസ് 8ന്റെ ഇടപെടലാണ് ഈ ഒരു വിഷയത്തിൽ ഷിഹാബിന് നീതി ഉറപ്പാക്കാൻ കഴിഞ്ഞത്. താൽക്കാലികമായി ഷിഹാബിന് ആശ്വാസകരമാണെങ്കിൽ പോലും ഒരു ശാശ്വതമായ ഒരു പരിഹാരം ഈ വിഷയത്തിൽ ആവശ്യമാണ്. ആരൊക്കെ ഷിഹാബിന് ഇതേ രീതിയിൽ വേട്ടയാടി ഇതുപോലെ ബുദ്ധിമുട്ടിച്ചോ ആ ഉദ്യോഗസ്ഥർക്കെതിരെയും നടപടി വേണം.